ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ലോക ഫുട്ബോളിലെ ഇതിഹാസ താരമായ മെസ്സിയുടെ ഒരു മനോഹരമായ കളർ പെൻസിൽ പോർട്രേറ്റ് എങ്ങനെ വരയ്ക്കാം എന്നാണ് കാണിക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു സമയത്താണ് കേട്ടോ ഫുട്ബോളിനോട് എനിക്ക് വലിയ ഇഷ്ടം തോന്നി തുടങ്ങിയത്. അന്ന് ഞാനും എൻ്റെ ജ്യേഷ്ഠനും അതുപോലെ തന്നെ ജ്യേഷ്ഠത്തിയും ഒരുമിച്ച് ഫുട്ബോൾ മത്സരങ്ങൾ കാണുമായിരുന്നു. ലോകകപ്പും അതുപോലെ തന്നെ ക്ലബ്ബ് മത്സരങ്ങളും വന്നാൽ ടിവിയുടെ മുന്നിൽ നിന്നും മാറാറേയില്ല. ആ സമയത്ത് എൻ്റെ മനസ്സ് കീഴടക്കിയ ഒരു കളിക്കാരനുണ്ടായിരുന്നു. അതാണ് കേട്ടോ മെസ്സി. പന്ത് കാലിൽ കിട്ടിയാൽ അദ്ദേഹം കളിക്കുന്ന രീതിയും എതിരാളികളെ മറികടക്കുന്ന രീതിയും ടീമിനു വേണ്ടി പോരാടുന്ന മനസ്സും എന്നെ അത്ഭുതപ്പെടുത്തുമായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും മെസ്സിയോടുള്ള ആ ഇഷ്ടം കുറഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ മെസ്സി ഡ്രോയിങ് വരച്ചത്. ഇതൊരു ചിത്രം മാത്രമല്ല കേട്ടോ, എൻ്റെ കുട്ടിക്കാല ഓർമ്മകളുടെ ഭാഗം കൂടിയാണ്. ഒരു ചെറിയ കുട്ടിയായി ഞാൻ ടിവിയിൽ കണ്ടിരുന്ന ആ താരം ഇന്നും ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു. അതുകൊണ്ട് ഈ ചിത്രം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഫുട്ബോൾ താരത്തിന് സമർപ്പിക്കുന്നു. ഉയരം കുറവാണെന്ന് പറഞ്ഞ് പലരും തള്ളിക്കളഞ്ഞ ഒരു കുട്ടി പിന്നീട് ലോകകപ്പ് ഉയർത്തിയ കഥയാണ് മെസ്സിയുടേത്. 1987 അർജന്റീനയിൽ ജനിച്ച മെസ്സിക്ക് ചെറുപ്പത്തിൽ തന്നെ ഫുട്ബോൾ ഏറെ ഇഷ്ടമായിരുന്നു. എന്നാൽ 11ാം വയസ്സിൽ അദ്ദേഹത്തിന് ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി എന്ന പ്രശ്നം കണ്ടെത്തി. ചികിത്സിക്കാൻ വലിയ തുക ആവശ്യമായിരുന്ന ടൈമിൽ പോലും ആ കുടുംബത്തിന് അത്രയും തുക വഹിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പല ക്ലബ്ബുകളിലും അവസരം തേടിയെങ്കിലും പലരും നിരസിച്ചു. എന്നാൽ സ്പെയിനിലെ ബാഴ്സലോണ ക്ലബ്ബ് അദ്ദേഹത്തിന്റെ കഴിവ് തിരിച്ചറിഞ്ഞു. ഒരു സാധാരണ നാപ്കിൻ പേപ്പറിൽ പോലും കരാർ എഴുതാൻ അവർ തയ്യാറായി. അതിനുശേഷം മെസ്സി കഠിനാധ്വാനം തുടർന്നു. വർഷങ്ങളോളം ബാഴ്സലോണയ്ക്കായി കളിച്ച് അനേകം റെക്കോർഡുകൾ സ്വന്തമാക്കി. പക്ഷേ ലോകകപ്പ് എന്ന സ്വപ്നം പല തവണ കൈവിട്ടുപോയി. എന്നിരുന്നാലും അദ്ദേഹം തോറ്റില്ല. ഒടുവിൽ 2022 അർജന്റീനയെ ലോകകപ്പ് ജേതാക്കളാക്കി തൻ്റെ ഏറ്റവും വലിയ സ്വപ്നം നേടിയെടുത്തു. ഈ ഒരു കഥയിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? കഴിവിനേക്കാൾ വലിയ ശക്തി ഒരിക്കലും കൈവിടാത്ത മനസ്സാണ്. ഇതല്ലേ ശരി? മെസ്സിയുടെ ജീവിതത്തിലെ ഏത് നിമിഷമാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? തീർച്ചയായും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഫുട്ബോൾ പ്ലെയേഴ്സിൽ ഏറ്റവും ഇഷ്ടം നിങ്ങൾക്ക് ആരെയാണെന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാനിപ്പോൾ ഫുട്ബോൾ ഒന്നും കാണാറില്ല കേട്ടോ. എന്നാലും ഈ ഒരു സമയത്ത് ഇത് അനുയോജ്യമാണെന്ന് എനിക്ക് തോന്നി. പിന്നെ എൻ്റെ മക്കൾക്കും വളരെ ഇഷ്ടമാണ് മെസ്സിയെ. നിങ്ങളിൽ എത്ര പേർ മെസ്സിയെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. അടുത്തതായിട്ട് ഞാൻ ഏത് പ്ലെയറിൻ്റെ ചിത്രമാണ് വരയ്ക്കേണ്ടതെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. എനിക്ക് കഴിയും വിധം ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. എൻ്റെ കുട്ടിക്കാലത്തെ കഥയും അതുപോലെ തന്നെ മെസ്സിയുടെ കഥയുമെല്ലാം പറഞ്ഞു തീർന്നപ്പോഴേക്കും ഏകദേശം മെസ്സി റെഡിയായിട്ടുണ്ട് കേട്ടോ. എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? മെസ്സിയുടെ ഒരു ചായയൊക്കെ തോന്നുന്നില്ലേ? ഇന്ന് ഞാൻ വരച്ചത് ഒരു ഫുട്ബോൾ താരത്തിൻ്റെ ചിത്രം മാത്രമല്ല കേട്ടോ, ഒരിക്കലും സ്വപ്നം ഉപേക്ഷിക്കാത്ത ഒരു മനുഷ്യൻ്റെ കഥ കൂടിയാണ്. നിങ്ങൾക്കും ഒരു സ്വപ്നമുണ്ടെങ്കിൽ അതിനായി പരിശ്രമിക്കൂ. ഒരു ദിവസം വിജയം നിങ്ങളെ തേടി വരും. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഈ മെസ്സി ഡ്രോയിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കൂ. ഇനിയും ഇത്തരം ആർട്ട് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമലൈക്കും.